അച്ഛൻ ഇതുവരെ ബാത്റൂമിൽ പോയിട്ടില്ല. മോള് മറ്റേ ബാത്റൂമിൽ പോകും. നമ്മുടെ പൊന്നും മോളല്ലേ, അമ്മ എത്ര കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയിട്ടതാ. ചേട്ടാ ചായ. ഞാനിവിടെ വെച്ചിരുന്നാണല്ലോ. ഞാനറിയാതെ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തോർത്തെടുക്കല്ലെന്ന്? പറഞ്ഞാലും മനസ്സിലാവില്ല. വാടാ വാടാ വെച്ച് 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 വാടാ വാടാ വാടാ. എടാ കൊല്ലുള്ള പുല്ല അങ്ങോട്ട് കയറി കയറി നിന്നോട് നില്ല് നിൽക്കുന്നത് വന്ന് 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 വെച്ച് ഇവിടെ വെച്ചോ. പബ്ജി 1 കിലോ. അയ്യോ പഞ്ചസാര എടുത്തോ. സവാള 1 കിലോ കൂടി. സവാള ഇല്ല. ഉണ്ടല്ലോ. സവാള ഇല്ല. ഗുണ്ട ജയൻ അല്ലേ? അല്ല സാറേ, ജയൻ. അതെന്താടാ, ഗുണ്ടായിസമൊന്നും ഇല്ലേ? എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ? കുഴപ്പമില്ല സാറേ. പഴയ പരിപാടി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോടാ? എന്താ സാറേ? അബു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവൻ കുറച്ച് ഉടായ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സാറേ, അതവൻ സിഗരറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ആ കൂട്ടുകെട്ടൊക്കെ പണ്ടേ വിട്ടു. വർഗീസ് സാറിന് അറിയാം. ഞാനിപ്പോൾ സ്റ്റേഷനിൽ കയറിയിട്ട് തന്നെ ഒരുപാട് നാളായി. ഒരു കാര്യം ചെയ്യ്, നാളെ നീ സ്റ്റേഷനിലേക്ക് ഒന്ന് വാ. സാറേ, നാളെ എന്നെ ഒന്ന് ഒഴിവാക്കി തരാം. എന്താ, ഞാൻ നിന്റെ സൗകര്യം നോക്കണു? അല്ല സാറേ, എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പാണ് നാളെ. പണ്ട് വെട്ടാനും കുത്താനും ഒക്കെ നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു. വർഗീസേ, നീ ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. ചേട്ടാ ബാലൻസ്. അപ്പോൾ നിനക്ക് സവാള വേണ്ടേ? വേണം, തരൂ. ഹായ് അഞ്ജന. ഹലോ, കേൾക്കുന്നുണ്ടോ? ചടങ്ങുകൾക്ക് അവിടെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ അറിയാലോ ദുബായിലെ ചില തിരക്കുകളെ. ലീവ് കിട്ടിയില്ല, അതുകൊണ്ടാ. വിഷമായോ? ഇല്ല. ഓക്കെ ഓക്കെ. എന്താ അഞ്ജനൊന്നും മിണ്ടാത്തെ? അന്ന് പെണ്ണാണം വന്നൊന്നും മിണ്ടിയില്ല, ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല. നാണക്കാരിയാണല്ലേ? ശരി ശരി. അപ്പോൾ ചടങ്ങുകളൊക്കെ വന്നിട്ട് നടക്കട്ടെ, കല്യാണത്തിന് അടിച്ചു പൊളിക്കാം. ഓക്കെ ശരി, ബൈ. എന്തേലും പറ. എന്താ മിണ്ടാഞ്ഞേ? പട്ടാളത്തിലായിരുന്നല്ലേ? കേണലാ. പിന്നെ കല്യാണം കഴിഞ്ഞ സന്ദീപ് ദുബായിലേക്ക് കൊണ്ടുപോയിരിക്കും അല്ലേ അഞ്ജുനെ? അതിപ്പോ എന്താ എങ്ങനെയൊന്നും സന്ദീപ് പറഞ്ഞിട്ടില്ല. ജയ, ഒരു മിനിറ്റ്. ചേച്ചി ഇതൊക്കെ ഒപ്പം ചോദിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അതൊക്കെ ഇപ്പം തന്നെ ചോദിച്ചുറപ്പിക്കണം. കെട്ടിയിട്ട് അവനുള്ള ഒരു ഒട്ടീച്ച് പോയാലേ ആ തള്ള കൊല്ലാകല ചെയ്യും. നോക്കടേ അവളെ മാന്താണ്ട അറിയാം. അമ്മേ, ഒരു അലുവ കഷ്ണം എടുത്ത് കഴിക്ക്. മധുരം ഒന്നും അങ്ങനെ കഴിക്കാറില്ല, ഇല്ലാത്ത അസുഖമൊന്നും ഇല്ല. എങ്ങനുണ്ട് അഞ്ചു? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കാര്യങ്ങൾ ഇത്ര പെട്ടെന്നായോണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, സന്ദീപിന്റെ ലീവിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണേ. ഇല്ല ശരിയേട്ടാ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ജയ, നിനക്കൊന്നും തോന്നരുത്. കല്യാണത്തിന് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതെന്ത് പരിപാടി ശരിയേട്ടാ? ഡൽഹിയിലുള്ള മോളുടെ ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുക. എനിക്കും ലീലൊക്കെ അവിടെ പോയി നിൽക്കണം.
ജയ ഞാൻ അങ്ങോട്ട് വരാം. അതെ, ശ്രീധരത്തിന്റെ കാര്യമൊക്കെ എൻ്റെ അളിയ അത് ഞാൻ സംസാരിച്ചോളാം. ആ അതെ, ചെക്കൻ ഗൾഫിലാണെന്ന് പറഞ്ഞില്ലേ, ദുബായ്. അതിന് അപ്പോ നമുക്ക് അതുപോലെ കിട്ടണം. അല്ല, ആരൊന്നും മിണ്ടിക്കണ്ടില്ല, അതുകൊണ്ടാ. അതെ, നല്ല വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ പ്രൗഢിയില്ലേ? എന്തേ? നല്ല പഠിപ്പുള്ള പെങ്കോച്ച. ഞാൻ സന്ദീപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയെങ്കിലും നടത്താൻ നോക്കാം. അറിയാലോ, അച്ഛൻ മരിച്ചിട്ട് അമ്മാവനെ കാര്യങ്ങളെല്ലാം നോക്കിയേ. എനിക്ക് അമ്മേനെ അമ്മാവനൊന്നും എതിർത്തിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. എന്നാടി നീ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാഞ്ഞ? എന്നാ ചേച്ചി? നീയും കണ്ടതല്ലേടി, അവര് വന്നു പോയിട്ട് ഇവൾ ആരോട് ഒരു അക്ഷരം മിണ്ടാതെ ഇരിപ്പ. എനിക്ക് കല്യാണം വേണ്ട. എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയല്ല ഞാൻ ജീവിക്കണ്ടേ. എന്റെ അഞ്ജു, എന്താ നീ പറയണേ? എനിക്ക് പഠിക്കണം. പഠിക്കണമെന്നോ? നീ പഠിച്ചത്രയൊക്കെ മതി. എടി, കുറച്ച് ദിവസമായി ഇവളീ മോന്തയും വീർപ്പിച്ചിട്ട് ഇരിപ്പ് തുടങ്ങിയിട്ടുള്ളത്. നിന്റെ ഈ കുനുകുനാന്ന് ഫോൺ വിളി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. എനിക്ക് അയാളത്ര ഇഷ്ടമൊന്നും ആയില്ല. ഉവ്വ, പത്രികയെ മുറിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോ അവളുടെ ഒരു വേഷം കെട്ട്. എടി, നിന്റെ അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാനും കെട്ടിയത്. എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചില്ലേ? അയ്യോ, ഞാനും അങ്ങനെയല്ലയോ ചേച്ചി. ദാണ്ടേ എന്നെ കൈവെള്ളയിലിട്ട കേണൽ കൊണ്ട് നടക്കുന്നേ. അറിയാ പൊടി നിനക്ക്. ജയനിപ്പോ വരും, നീ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഞാൻ പറയാടി. ചേനോട് പറഞ്ഞാണല്ലോ ചേലായിരിക്കും. എന്താണ് ഉദ്ദേശം? അമ്മ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയിട്ടില്ല. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാതെ തന്നെ ആളെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അവനെ അന്വേഷിക്കേണ്ടി വന്നാൽ അവനെ പിന്നെ വേറെ ആരും അന്വേഷിക്കേണ്ടി വരില്ല. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്ത് തീയതി നിശ്ചയിച്ചു. നിന്നെ വളർത്തി ഇത്ര ആക്കാമെങ്കിൽ അന്തസ്സായിട്ട് കെട്ടിച്ചു വിടാനും എനിക്കറിയാം. ചേട്ടാ മതി, പോട്ടെ. എന്താടി അഞ്ജു? ചേട്ടാ, അവളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും അറിയാം നിനക്ക്? നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ അവളുടെ കൂട്ടുകാരോടെങ്കിലും അന്വേഷിക്കാം. തൽക്കാലം വേണ്ട. ഞാൻ അന്നേ പറഞ്ഞത് ഈ ബാംഗ്ലൂരും കോണാത്തിലൊന്നും വിട്ട് പഠിപ്പിക്കേണ്ടെന്ന്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത മാസം നീ ഉണ്ടാവണം എല്ലാത്തിനും. ഒരു അയൽവക്കാരനായിട്ടല്ല, വീട്ടുകാരനായിട്ട്. ശരി കേട്ടോ. ആടോ റജി, ഈ പെണ്ണിന്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയൊക്കെ പരിചയപ്പെടുന്നു കേട്ടോ. അവസാനം ടിവി കിട്ടുമ്പോൾ അവരിലെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് കാശ് കിട്ടൂലേ. നീ ആ കുന്നം കൂടെ ചോറക്കി എടുത്തോ. ഞാനിപ്പോ എല്ലാരും വിളിക്കാം. പത്മാമേ, ജലജേച്ചി എല്ലാരും വിളിച്ചേ. ഇത് ജലജേച്ചി, പത്മാമല്ലേ, പെണ്ണിന്റെ അമ്മ, പെണ്ണിന്റെ അമ്മയുടെ അനിയത്തിയ. ഞങ്ങളെല്ലാം നന്നായിട്ട് പിടിക്കണേ. ഷൈമോനെ കൂടെ കാണിച്ചെടുക്കണേ. അത് ജലജേച്ചിയുടെ ഭർത്താവാ, കേണല. ഇതാണ് പത്മാമ്മ, പെണ്ണിന്റെ അമ്മ. ചായ കുടിക്കാം. വേണ്ട ചേച്ചി, അളിയൊന്നും നിന്നെ. ഇത് സജേച്ചി, ഇവരുടെ അനിയത്തിയാണ്. ഇത് ചേച്ചിയുടെ ഭർത്താവ് സഹദേവൻ അളിയൻ. ഇത് സൂര്യേച്ചി, നിനക്ക് അഡ്വാൻസ് തന്നില്ലേ ജയൻ ചേട്ടൻ, പുള്ളിയുടെ ഭാര്യ. അല്ല, കഴിഞ്ഞില്ലേ മോനെ? പൊക്കോട്ടെ. വീഡിയോ മോനെ, എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ അടിച്ച് അലുവ പോലെ അങ്ങ് എടുക്കണം. ചേച്ചി, പെണ്ണ് റെഡിയാ? റെഡിയായിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വിളിക്കാം. ശരിയെന്നാ. അല്ല, പെണ്ണിന് അച്ഛനും അച്ഛന്റെ വീട്ടുകാരൊന്നുമില്ലേ? പെണ്ണിന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. പിന്നെ പെണ്ണിന്റെ അച്ഛന്റെ വീട്ടുകാരായിട്ട് ഇവരത്ര സുഖത്തിലൊന്നല്ല, ഉടക്കണം. ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു. ദാ വരുന്ന മുതല സുഗതൻ. പന്തലുണ്ടാക്കി വെച്ചേക്കണം. ഈ അടുത്തെങ്ങാൻ ഇത്രയും കൂതറ പന്തൽ ഞാനെങ്ങും കണ്ടിട്ടില്ല. അതെ അതെ. കുഞ്ഞപ്പാ, ഒരു മഴ അങ്ങോട്ട് പെയ്താൽ ചോരും. എന്നാ പിന്നെ മഴ പെയ്യട്ടെ, നമുക്കെന്നാ പെയ്യട്ടെ. കുഞ്ഞപ്പൻ തന്നെയാണ്.
കട്ടൻ ചായ എല്ലാം കിട്ടുമാവോ? അവിടെ ചീറ്റിലടാ. അത് വല്ല നോക്കാം, അതാണ് നല്ലത്. അഞ്ജു എന്താടി, എന്താ ഇപ്പൊ പറ്റേ? അഞ്ജു ചേച്ചി, അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. ഇപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞതാ, അതുകൊണ്ടാ. ആണോ? സമാധാനമായി. മോളിപ്പോൾ ഇതിനെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഇല്ല ചേച്ചി, ഇല്ല. അഞ്ജു, ഒക്കെ കഴിഞ്ഞില്ലേ, മതി. വേഗം റെഡിയാവ്. ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട്. മാമൻ എങ്ങാനും വരുമ്പോ ഇത് കണ്ട അത് മതി മോളെ. ഇനി കുറെ പോകണ്ടോ? നീ ഞങ്ങളെ കൂട്ടാൻ വന്നല്ലേ, നിനക്കൊരാ വണ്ടി കൊണ്ടുവന്നേ. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാരുടെ ഒരു രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ ആശാനെ. അതേ, പുള്ളി ഇവിടുത്തുകാരനൊന്നുമില്ല, പെണ്ണും കെട്ടിയൊന്നും ഇവിടെ കൂടിയത്. സെലിബ്രേഷൻ ആണല്ലേ? അതെ, ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ റെജിയുടെ ഏർപ്പാട്. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. എന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറി പോകുന്നത്, കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം മാറും. പറഞ്ഞു നിൽക്കാം. ഇതുപോലെ സുനി മതി ആശാനെ. ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞു കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളി. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ട് അല്ലേ? പിന്നല്ലാതെ ഇതും കൊളാക്കും. അതെ, ഇച്ചിരി വട്ടുണ്ടാ. ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് രാത്രിക്കുള്ള ബ്രെഡ് ചിക്കൻ കിട്ടിയോ? അത് ഷൈമോനോട് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്കുള്ള സിഗരറ്റ് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. ആ പുരുഷേട്ടാ, ജലജ, നീ ആകെ അങ്ങ് ഉടഞ്ഞു പോയല്ലോടി. പട്ടാളം നിനക്കൊന്നും തരുന്നില്ല മോളെ. അയ്യോ, പണ്ട് എങ്ങനെ ഇരുന്ന പെണ്ണ? ഇങ്ങനൊന്നും പോയി പറ്റില്ല. നല്ല തടി വെക്കണം. ഞാൻ നല്ല ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തരും, കഴിച്ചേക്കണം. 4 ദിവസം കൊണ്ട് ഞാൻ റിസൾട്ട് ഉണ്ടാക്കും. സുഷമേച്ചി, എന്തുണ്ട് വിശേഷം? ഓ, എന്നാ വിശേഷം? സുമേഷേ, നീ വളർന്നൊക്കെ സുന്ദരനായല്ലോ. അവൻ ആരുടെയാ മോൻ? എന്റെ അല്ലേടി? സുന്ദരനായിരിക്കോ? പുരുഷേട്ട ഇരിക്കെ. സുഷമേച്ചി വാ, വാ മോനെ. ആളിയൻ എവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ പറ്റിട്ടേ ഉള്ളൂ. എവിടെ ദേവി? കുഞ്ഞമ്മേ, നല്ല വന്നില്ലേ? അയ്യോ തുളസി, അത് എടുക്കല്ലേ. അത് ജയന്റെ കൂട്ടുകാർ വരുമ്പോ കലക്കി കൊടുക്കേണ്ടതാ. പിള്ളേർ കുറച്ച് പന്തലിരിക്കുകയാണ്. അവർക്ക് വല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓ സൂര്യ, അതെ, ആ പുരുഷവും ആ പെണ്ണുപിള്ളി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, ഒന്ന് നോക്കിയോട്ടോ. ചേച്ചി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇല്ല ഇല്ല ഇല്ല, ജലജേച്ചൊക്കെ വന്നിട്ടുണ്ട്. ആരാടി? സർമേച്ചയാ. ഈ കേണൽമാരുടെ ഓരോ രീതികളെ, രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും വിറയ്ക്കും. പറഞ്ഞാലും ഷൈമോനെ കണ്ടില്ലല്ലോ. അവന്റെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല. ഒറ്റയ്ക്കിന്ന് ഭയങ്കര ചിന്തയാ. ശാസ്ത്രജ്ഞനാവുന്ന ചേട്ടൻ പറയുന്നത്. നീ എവിടാ? രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. പിന്നെ 2 തീർച്ചും. ഓക്കെ ഡ്യൂടെ. മിലിറ്ററിയിലൊക്കെ ആയോണ്ട് ട്രിപ്റ്റാ. അവിടെ ഒരു ബ്രെഡും ചിക്കനും. പട്ടാളത്തിലേക്ക് കഞ്ഞി വെച്ചു കൊടുക്കലാണ് പണി. നമ്മുടെ ഗോമാവും പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ. അല്ലേ തിന്റെ കേണന്മാർക്ക് ഷൈലപ്പനെന്ന് പേരിടുക. അവിടെ ഒരു പത്രാസ്. സുനി, വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരധരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. ആ, തീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്.
എന്തിനാ ആശാനെ എന്നും വെക്കണത്? പൊന്നെ അത് കണ്ണേറ് മാറാനുള്ളത്, അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടാക്കുക. കായ അരിയണം. എടാ സാലി, ഒരു 3 ട്യൂബ് വഴിയിലും കൂടെ ഇട്ടേക്ക്. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? ഇപ്പൊ തീരും സാറേ. നേരത്തെ വരായിരുന്നു. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്നു വഴിവക്കിൽ വേലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ. ആ ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളെങ്കിൽ ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയ ഐറ്റമാണല്ലോ. എടാ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ആ ഇവിടുത്തെ ലൈറ്റ് ഒക്കെ പണിയാണ്, വേഗം വരാൻ നോക്ക്. എടാ വരാണ് 5 മിനിറ്റ് കട്ട് ചെയ്ത്. മണിച്ചേട്ടന്റെ കാര്യം എന്തുവാടാ ഇത്? DJ ലൈറ്റ് ആണോ? DJ ലൈറ്റ്. മിന്നി മിന്നി നിൽക്കും. അതെ മിനി പുതിയത് കൊള്ളാല്ലേ? വലിയ താമസം ഉണ്ടാവില്ല. നമ്മൾ കുറെ ലേറ്റ് ആയോ? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടല്ലോ. ചീട്ടിറക്കടാ. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ, അതിന്റെ പുറകെ ആ ചീട്ടിട്ട് കൊടുക്കാവാ. കുറച്ചുകൂടി ചേച്ചി ഇടോ ഞാനല്ല ശരി ചെറുക്കണത്. ആ കഴിയ ചേച്ചി പോക്കോ തൊടിയാൻ പോകുന്നില്ല. മറിഞ്ഞു ഒരുമിച്ച് വന്നേ? ആ അതെ ഒരുമിച്ച് വന്നേ. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? ആ അതെ. മാമൻ അഞ്ചോട്ട് കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടി ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. ആ അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. അടുത്ത് കളിക്കല്ലേ? എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നാ വളർച്ചയായത്. അല്ല സ്ത്രീ എവിടുന്ന് വരുവോ? കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോളു. എന്താണ് ആളിന്റെ പേര്? നല്ല പേരാണല്ലോ, അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം തരട്ടെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? 4th. ശരി എന്നാ ബൈ മോളു. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അവിടുത്തെ പരിപാടി? പിന്നെ ഞാനല്ല ഇതിന്റെ പരിപാടി. ചേട്ടാ ശരി ഞാൻ പോവാറില്ല. ചേട്ടൻ പോവാറില്ല. ആ ചേട്ടാ, സൂര്യ വിളിക്കുന്നു. ഞാൻ പോയി നോക്കിട്ടോ. അതെ നോക്കിയോളൂ. ആ നീ വന്നു. നീ അവനെ കണ്ട? അഞ്ജുവിൻ്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞത്. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പം മറ്റേ അഞ്ജുവിനെന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ചേ. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനെപ്പോ. എടാ സാലി, അഞ്ജുവിന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നു കേട്ടല്ലോ. നമുക്കൊറ്റ ചാർക്കൊല്ലം ഉണ്ടാ? ആ ഒരെണ്ണുണ്ട്. എങ്ങനെയുണ്ട്? ആ പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണിത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയോട് തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ഓ അത് ശരി. ഞാനിവിടെ അപ്പുറത്ത് തന്നെ, ഇവിടുത്തെ മെയിനാളാണ്. ഏതാ സ്ഥലം? മുഹമ്മ.
മൊഹമ്മ ശരി, നമുക്കവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ല. ഇന്നിവിടെ നിൽക്കണ കാര്യം ടീന പറഞ്ഞു. ഓ കലക്കി. അടിക്കോ? പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ 2 ഫുള്ള് തന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം തികയത്തില്ല കേട്ടോ. എന്നെ പൊന്നളിയ അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട. എന്റെ കൂട്ടുകാരല്ലേ ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരവനെ കാണാം കേട്ടോ. ആശാനെ, ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരം കിമ്പാർത്തും ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആശം പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് കൂട്ടാം. മറ്റടുത്ത കല്യാണം എന്താ സുരേ? എന്താണോ ഈ സൂര്യ പറയുന്നത് കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കിലും തേക്കാൻ തോന്നുന്നുണ്ട്. കട്ടപ്പോകി എന്താണ് പറഞ്ഞു കൊടുക്കണോ? എന്റെ പൊന്നി ചേട്ടാ, ഈ പച്ചക്കറി ഒന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ ഉണ്ട് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ആ വെണ്ടയ്ക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല. ഇവൻ പിന്നെ നായ്ക്കട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ നിന്ന്. ബാബുവിന്റെ കടയിൽ നിന്ന്? അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരെ ഒരു ചെറുതരം പോലും ആരുമില്ല. കല്യാണം നേരത്തിന് ഇവര്. ഓ ചേട്ടനെ ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും, അവിടെ ഉണ്ട് സാധനം. അത് പറ ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല. അത് നമ്മുടെ അഞ്ജുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോഹമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സൂനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. അച്ഛനെ, ഈ തക്കാളിക്കലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എനിക്കൊരു മണം തോന്നല്ലോ. കേറ്റില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. അതാണ് എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ ആൾക്കാരെ വിളിച്ചു പോവാ. നശിപ്പിക്കല്ലേ. ചേച്ചി വാ, നിൽക്കുന്ന മൊബൈലുകൾ എടുത്താലോ? ആഹാ, കോഴിക്കാണോ നിങ്ങൾ തീറ്റോട്ട് കൊടുക്കുന്നത്? ആ നിക്ക്. ആ പോയി കോഴി കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. മജീദേ, എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്. ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഞാൻ ഫോട്ടോ എടുത്തു തരുമോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ, വാങ്ങിക്കടോ. എടാ മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്. ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പിറപ്പാട്ടോ. ഓക്കെ അതുകൊണ്ട്